ഹായ് ഓൾ, നമുക്കിന്ന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കണ്ടക്ട് ചെയ്ത കാറ്റഗറി നമ്പർ 682/2023 ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 അഥവാ ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 2 ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കുള്ള എക്സാമിൻ്റെ, അതായത് 7th January 2025 നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെസിഗ്നേഷൻ ഓഫ് B2 ഡ്രോയിങ് ബോർഡ്. B2 ഡ്രോയിങ് ബോർഡിൻ്റെ ഡെസിഗ്നേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, A0 ഡ്രോയിങ് ബോർഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെസിഗ്നേഷൻ 1500 × 1000 × 25. പിന്നെയോ A1 അല്ലെങ്കിൽ B1 ആണെന്നുണ്ടെങ്കിൽ 1000 × 700 × 25. ഇനിയും B2 ആണെന്നുണ്ടെങ്കിൽ 700 × 500 × 15. പിന്നെയാണെന്നുണ്ടെങ്കിലോ B3 ആണെന്നുണ്ടെങ്കിൽ 500 × 350 × 15. ഒന്നുകൂടെ പറയാം, B0 ആണെന്നുണ്ടെങ്കിൽ 1500 × 1000 × 25. പിന്നെയോ B1 ആണെന്നുണ്ടെങ്കിൽ 1000 × 700 × 25. B2 ആണെന്നുണ്ടെങ്കിൽ 700 × 500 × 15. B3 ആണെന്നുണ്ടെങ്കിൽ 500 × 350 × 15. നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 700 × 500 × 15, ഓപ്ഷൻ ബി 1000 × 500 × 15, ഓപ്ഷൻ സി 500 × 350 × 15, ഓപ്ഷൻ ഡി 1000 × 700 × 15. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു. അപ്പം ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 700 B2 ആകുമ്പോൾ 700 × 500 × 15. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെസിഗ്നേഷൻ ഓഫ് B2 ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്ന ആൻസർ 700 × 500 × 15. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് എ T-square ഈസ് പ്ലേസ്ഡ് അഡ്ജോയിനിങ് ദ വർക്കിംഗ് എഡ്ജ് ഓഫ് ദ ബോർഡ് ആൻഡ് ഈസ് മെയ്ഡ് ടു സ്ലൈഡ്. അതായത് ഡ്രോയിങ് ബോർഡിൻ്റെ വർക്കിംഗ് എഡ്ജിനോട് ചേർത്ത് വയ്ക്കുന്നതും സ്ലൈഡ് ചെയ്യുന്നതുമായ T-squareൻ്റെ ആ ഭാഗത്തിന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ആൻസർ നമുക്കറിയാം. ആൻസർ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ ബ്ലേഡ്, ബി വർക്കിംഗ് എഡ്ജ്, സി എബോണി എഡ്ജ്, ഡി സ്റ്റോക്ക്. അതിൻ്റെ ആൻസർ സ്റ്റോക്ക്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, ദ ടൈറ്റിൽ ബ്ലോക്ക് ഓഫ് എ ഡ്രോയിങ് ഈസ് ഡ്രോൺ അറ്റ് ദ ഡാഷ് ഓഫ് ദ ഡ്രോയിങ് ഷീറ്റ്. ടൈറ്റിൽ ബ്ലോക്ക് ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് വരയ്ക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, എപ്പോഴും റൈറ്റ് ബോട്ടത്തിലായിരിക്കും. ഡ്രോയിങ് ഷീറ്റിൻ്റെ റൈറ്റ് ബോട്ടത്തിലായിരിക്കും നമുക്ക് എന്താണ് പറയുക, ടൈറ്റിൽ ബ്ലോക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ലെഫ്റ്റ് ബോട്ടം, ബി സി മിഡിൽ ടോപ്പ്, ഡി മിഡിൽ ബോട്ടം. അപ്പോൾ ഓപ്ഷൻ ബി റൈറ്റ് ബോട്ടം ആണ് കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ലൈൻ കണക്ട് എ നോട്ട് വിത്ത് എ ഫീച്ചർ ഇൻ ആൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ നോട്ട് വിത്ത് എ ഫീച്ചർ. അപ്പോൾ ഒരു ഫീച്ചറിൻ്റെ നോട്ട് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ കണക്ട് ചെയ്യുന്നത് ഏത് ലൈൻ ഉപയോഗിച്ചാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ സെക്ഷൻ ലൈൻ, ബി കട്ടിംഗ് പ്ലെയിൻ ലൈൻ, സി ലീഡർ ലൈൻ, ഡി എക്സ്റ്റൻഷൻ ലൈൻ. അപ്പോൾ നമുക്കറിയാം, എപ്പോഴും ഒരു ഫീച്ചർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഒരു ഫീച്ചറിനെ നമ്മൾ കണക്ട് ചെയ്ത് ഫീച്ചർ നോട്ടിനെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്നത് ലീഡർ ലൈൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ലീഡർ ലൈനാണ് കറക്റ്റ്. ഇനി 5th ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഡ്രോയിങ് ദ ലോവർ കേസ് ലെറ്റേഴ്സ് ആർ യൂഷ്വലി യൂസ്ഡ്. ഇപ്പോൾ ഡ്രോയിങ്ങിലാണ് നമ്മൾ ലോവർ കേസ് ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് സാങ്ഷൻ ഡ്രോയിങ്സ്, ബി സർവീസ് ഡ്രോയിങ്സ്, സി ആർക്കിടെക്ചർ ഡ്രോയിങ്സ്, ഡി ലൊക്കേഷൻ ഡ്രോയിങ്സ്. അപ്പോൾ നമുക്കറിയാം, ആർക്കിടെക്ചറൽ ഡ്രോയിങ്സിനകത്താണ് നമ്മൾ ലോവർ കേസ് ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ആണ് കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 6, വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ആരോ ഹെഡ് ഇൻ എ ഡയമെൻഷൻ ലൈൻ കമ്പയർഡ് ടു ഇറ്റ്സ് ലെങ്ത്. അപ്പോൾ നമുക്കൊരു ഡയമെൻഷൻ ലൈനിൽ നമ്മളൊരു ആരോ ഹെഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആരോ ഹെഡിൻ്റെ വിഡ്ത്ത് ലെങ്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, വിഡ്ത്തും അതിൻ്റെ ലെങ്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് 1/3 ഓഫ് ലെങ്ത് ആണെന്നറിയാം. ലെങ്തിൻ്റെ 1/3 ആണ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 1/3 ഓഫ് ലെങ്ത് ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 7, വിച്ച് സ്കെയിൽ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ സെയിം റെപ്രസെൻറ്റീവ് ഫ്രാക്ഷൻ ബട്ട് ഗ്രാജുവേറ്റഡ് ടു റീഡ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. സെയിം റെപ്രസെൻറ്റീവ് ഫ്രാക്ഷൻ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആയിരിക്കും. ഗ്രാജുവേറ്റഡ് ടു റീഡ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള സ്കെയിൽ ഏതെന്നാണെന്നാണ് ക്വസ്റ്റ്യൻ.
ഓപ്ഷൻ ബി കമ്പറേറ്റീവ് സ്കെയിലാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ പ്ലെയിൻ സ്കെയിൽ, ബി കമ്പാരിറ്റീവ് സ്കെയിൽ, സി ഡയഗണൽ സ്കെയിൽ, ഡി വെർനിയർ സ്കെയിൽ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കമ്പാരിറ്റീവ് സ്കെയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8. In first angle projection, the right side view is placed at the first angle projection, third angle projection. 2 types of projections ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ടോപ്പ് വ്യൂ എപ്പോഴും ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെയായിട്ടായിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ടോപ്പ് വ്യൂ ഈസ് പ്ലേസ്ഡ് ബിലോ ദ ഫ്രണ്ട് വ്യൂ. കൂടാതെയോ സൈഡ് വ്യൂ ഈസ് പൊസിഷൻ ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഫ്രണ്ട് വ്യൂ. സൈഡ് വ്യൂ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എപ്പോഴും യൂറോപ്പിലും ഏഷ്യയിലും നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ നോക്കുകയാണെങ്കിലോ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂവിൻ്റെ മുകളിലായിട്ടായിരിക്കും പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സൈഡ് വ്യൂ റൈറ്റ് സൈഡ് ഓഫ് ഫ്രണ്ട് വ്യൂ ആയിരിക്കും. പിന്നെ അത് കൂടുതൽ ഉപയോഗിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയിലുമാണ്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഞാൻ പറഞ്ഞു നമ്മുടെ എപ്പോഴും ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെയായിട്ടായിരിക്കും. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂവിൻ്റെ താഴെയായിട്ടും കൂടാതെയോ സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡ് ഓഫ് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരിക്കും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിലോ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂവിൻ്റെ മുകളിലും സൈഡ് വ്യൂ റൈറ്റ് സൈഡ് ഓഫ് ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ റൈറ്റ് സൈഡ് വ്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ, അപ്പോൾ സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഡ്രോയിങ്. അപ്പോൾ ഓപ്ഷൻ ഡി ലെഫ്റ്റ് സൈഡാണ് കറക്റ്റായിട്ട് ആൻസർ. ഓപ്ഷൻസ് നമുക്ക് നിൽക്കുന്നത് എ എബോ, ബി ബിലോ, സി റൈറ്റ് സൈഡ്, ഡി ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഓപ്ഷൻ ഡി ലെഫ്റ്റ് സൈഡാണ് കറക്റ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. ഇൻ അഡീഷൻ ടു ദ ഡോർസ് ആൻഡ് വിൻഡോസ് വെന്റിലേറ്റേഴ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് ഹാവിങ് എ ടോട്ടൽ ഏരിയ ഓഫ് ഡാഷ് ഓഫ് ദ ഫ്ലോർ ഏരിയ. അപ്പോൾ ഫ്ലോർ ഏരിയയുടെ ഇത്ര പെർസെൻറ്റേജ് ഡോർസ് ആൻഡ് വിൻഡോസ് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വെന്റിലേറ്റേഴ്സിന് ഒരു പെർസെൻറ്റേജ് പറയുന്നുണ്ട്. അത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ 4%, ബി 10%, സി 5%, ഡി 20%. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ 4% ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ് വെൻ ഫർദർ ഡെവലപ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് വർക്ക്. ഇപ്പോൾ നമുക്ക് വർക്കിന് ഫർദർ പ്രോഗ്രസ്, നമ്മൾ വർക്ക് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി ഇനി അതിന് ഫർദർ പ്രോഗ്രസിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന പേരുണ്ട്. അത് നമുക്കറിയാം സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റിന് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ആയിട്ടാണ് നമ്മൾ ഫർദർ പ്രോഗ്രസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, ബി സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, സി വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഡി ആനുവൽ റിപ്പയർ എസ്റ്റിമേറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്.